എന്ത് ചരിത്ര? സ്റ്റുഡൻസ് ഒക്കെ ഒന്നുചേർന്ന് ഈ ഭൂമി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. സ്റ്റുഡൻസ് ആകുമ്പോ സൈറ്റ് അടിക്കും, സ്ട്രൈക്ക് ചെയ്യും എന്നൊക്കെ എല്ലാരും വിചാരിക്കുന്നത്. നമ്മൾ വിചാരിച്ച ഈ നാടിന്റെ തലയെഴുത്ത് തന്നെ മാറ്റാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞു കേൾക്കാൻ രസമുണ്ട്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഇതൊക്കെ നടക്കോ? ഈ രാഷ്ട്രീയക്കാര് ജയിച്ചിട്ട് വന്ന നമ്മുടെ പട്ടിണിയും പരിവട്ടവും ഒക്കെ മാറുമെന്ന് കരുതിയാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഇവൻ ആയിരക്കണക്കിന് അഴിമതി കാണിക്കുന്നു വെച്ച് മറ്റവന് വോട്ടിട്ട അവൻ ലക്ഷക്കണക്കിന് അഴിമതി കാണിക്കുന്നത്. ഇവൻ ലക്ഷങ്ങൾ അഴിമതി കാണിക്കുന്നു വെച്ച് മറ്റവന് വോട്ടിട്ട അവൻ കോടികളെ അഴിമതി കാണിക്കുന്നത്. ഇവന്മാരിങ്ങനെ കൊള്ളയടിച്ച് നമ്മളെ ജനത്തിന് തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതിന്റെ പേരില് ജനങ്ങള് നമുക്ക് ജയിക്കാൻ സാഹചര്യം ഉണ്ടാക്കോ? നമ്മൾ ജയിക്കോ തോക്കുന്നുള്ള പിന്നീടുള്ള കാര്യമല്ലേ? അറ്റ്ലീസ്റ്റ് അവരെ എതിർക്കാനുള്ള ആൾക്കാരുണ്ടെന്ന് ഇനിയെങ്കിലും അയാൾ മനസ്സിലാക്കട്ടെ. എന്തായാലും നമ്മൾ എതിർക്കും. കിട്ടിയാ ഊട്ടി അല്ലെങ്കിൽ ചട്ടി. അയ്യോ, നമ്മുടെ വോട്ട് സത്യമൂർത്തിക്ക്, നമ്മുടെ ചിഹ്നം ചേർന്ന കൈകൾ. നമ്മുടെ വോട്ട് സത്യമൂർത്തിക്ക്, നമ്മുടെ ചിഹ്നം ചേർന്ന കൈകൾ. നമ്മുടെ വോട്ട് സത്യമൂർത്തിക്ക്, നമ്മുടെ ചിഹ്നം ചേർന്ന കൈകൾ. സത്യമൂർത്തിക്ക് വോട്ട് ചെയ്യ്. സത്യമൂർത്തിക്ക് വോട്ട് ചെയ്യ്. സത്യമൂർത്തിക്ക് വോട്ട്, 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 സത്യമൂർത്തിക്ക് വോട്ട്. നമ്മുടെ ചിഹ്നം ഉദയസൂര്യൻ, നമ്മുടെ ചിഹ്നം ഉദയസൂര്യൻ, നമ്മുടെ ചിഹ്നം ഉദയസൂര്യൻ, നമ്മുടെ ചിഹ്നം ഉദയസൂര്യൻ, നമ്മുടെ ചിഹ്നം ഉദയസൂര്യൻ. പടർന്നു നിൽക്കും ശിഖരമല്ല പടർന്നു നിൽക്കും ശിഖരമല്ല നമുക്ക് താഴെ ആണയിട്ടാൻ വിണ്ണും കൂടെ വന്നു നിൽക്കും വീണ്ടും നമ്മുടെ കാലിൻ കീഴെ പടർന്നു നിൽക്കും ശിഖരമല്ല പടർന്നു നിൽക്കും ശിഖരമല്ല നമുക്ക് താഴെ ആണയിട്ടാൻ വിണ്ണും കൂടെ വന്നു നിൽക്കും വീണ്ടും നമ്മുടെ കാലിൻ കീഴെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട SS അവർകൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട് നന്നാക്കാനും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനും നാടിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി നമ്മുടെ നേതാവ് SS-നെ ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നിങ്ങളുടെ വോട്ട് ട്യൂബ്ലൈറ്റ് ചിഹ്നത്തിന്, 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 നിങ്ങളുടെ വോട്ട് ട്യൂബ്ലൈറ്റ് ചിഹ്നത്തിന്. നിനക്ക് എന്ത് ധൈര്യം ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നത്? എടോ, ഇതിനു മുമ്പ് താൻ MLA ആയിരുന്നില്ലേ? എന്നിട്ട് എന്ത് കാര്യം താൻ ചെയ്തേ? ഞാൻ ഈ മണ്ഡലത്തിന് എന്താ ചെയ്തതെന്ന് എന്നോട് ചോദിക്കുന്ന എതിർ കക്ഷിക്കാരനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നോ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കും മുമ്പ് അടുത്ത ഇലക്ഷനും വന്നു. ഇതിന് ഞാനാണ് തെറ്റുകാരൻ. സുഹൃത്തുക്കളെ, ഈ പ്രാവശ്യം നിങ്ങൾ എന്നെ വിജയിപ്പിക്കാമെങ്കിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും. ചെയ്യുന്നത് മാത്രമേ പറയൂ. നീ പറഞ്ഞതല്ലേ ചെയ്യുന്നത്, ഞങ്ങള് പറയാതെ ചെയ്യും. ഇനി ഈ നാട്ടിലെ തെണ്ടികളെ നമ്പിയിട്ട് ഇലക്ഷനിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു നല്ല തീരുമാനം എടുക്കണം. എത്രയും പെട്ടെന്ന് ഒരു പൊതുസമ്മേളനം വിളിക്കുക. പൊതുസമ്മേളനം എന്തിനാ സാറേ വിളിക്കുന്നത്? ഈ കക്ഷിയിലുള്ളത് നമ്മൾ രണ്ടുപേരും മാത്രം. നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുത്താൽ അത് നിങ്ങളുടെ തീരുമാനം. നമ്മൾ രണ്ടുപേരും ചേർന്ന് തീരുമാനം എടുത്താൽ അത് പൊതുസമ്മേളനം. അതുകൊണ്ട് എന്താ തീരുമാനിച്ചെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോ? പറയാം. ഇത്ര അണികൾ മതിയോ? ഇനിയും കുറച്ച് വേണോ? ഇത്ര അണികൾ മതിയോ? നിർത്ത്. എന്താണോ ഇത്? അന്ന് വലിയ വീമ്പിളയ്ക്ക് പോയിട്ട് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വന്നത്? അത് നമസ്കാരം സാർ. അന്ന് ഭരണം പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പുറത്തു പോയതല്ലേ? പിന്നെ ഈ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള കാരണം എന്താ സാർ? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തില് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഏക കഴിവുള്ള നേതാവ് നമ്മുടെ അണ്ണൻ തമിഴ്വണ്ണം മാത്രമാണ്. അവരല്ലാണ്ട് വേറെ ആർക്കും ഇതിന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങയുടെ കൂടെ തന്നെ ചേർന്നു. എനിക്കിത് വേണം.
ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പാവങ്ങളുടെ വീട്ടിൽ പാലും തേനും ഒഴുക്കിയിരിക്കും. കുടിലുകൾ കൊട്ടാരങ്ങളായി മാറും. പാവപ്പെട്ടവർ പണക്കാരായി മാറും. തങ്കവും വെള്ളിയും കൊണ്ട് എല്ലാ വീടും സമ്പൽ സമൃദ്ധമാകും. ഞങ്ങൾ അധികാരത്തിൽ കയറിയ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകില്ല. കാരണം ഇലക്ഷന് മുമ്പ് എല്ലാ രാഷ്ട്രീയക്കാരും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ അവരെ കാണാതെ പോവുകയാണ് പതിവ്. പിന്നെ 5 വർഷം കഴിഞ്ഞാലേ നമുക്ക് അവരെ കാണാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ അധികാരത്തിൽ കയറി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം രാജിവെക്കും. ഇത് വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല, ഞങ്ങളിത് ചെയ്തു കാണിക്കാനും തയ്യാറാണ്. ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവരും അവരവരുടെ കൈപ്പടയിൽ എഴുതിയ രാജിക്കത്ത് ഓരോരോ വോട്ടർമാർക്ക് നൽകാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ഭരണം ആവശ്യമില്ലെങ്കിൽ ഞങ്ങളെ മാറ്റാനായി ഞങ്ങൾ 5 കൊല്ലം കാത്തിരിക്കേണ്ട. വെറും 5 നിമിഷത്തിനുള്ളിൽ ആ രാജിക്കത്ത് കാണിച്ച് ഞങ്ങളെ തൂക്കിയെറിയാം. ചുരുക്കി പറഞ്ഞ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മന്ത്രി ഭരണമല്ല നടക്കുക, ജനങ്ങളുടെ ഭരണമാണ് നടക്കുക. ഭരണം ഞങ്ങളുടേത്, അധികാരം നിങ്ങളുടേത്. നമസ്കാരം സർ, ഞങ്ങൾ മാതൃകേരളം പത്രത്തിൽ നിന്നാ. സാറിന്റെ അഭിപ്രായം അറിയാനാ. നമ്മുടെ കേരളത്തില് ഇതിനു മുമ്പ് ഭരിച്ച പാർട്ടിയെ പറ്റിയാ. പക്ഷെ ഇത്തവണ പുതിയതായി കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇലക്ഷൻ നടത്താൻ പോവല്ലേ. ഇതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? സ്റ്റുഡൻസ് ഇലക്ഷനിൽ നിൽക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവര് ജയിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്താന്ന് വെച്ചാ സ്റ്റുഡൻസ് രാഷ്ട്രീയത്തിൽ പുതിയ ആൾക്കാരാ. ഈ അഴിമതിയെ കുറിച്ചൊന്നും അവർക്കൊന്നും അറിയില്ല. ഇത് പഠിച്ചെടുക്കണമെങ്കിലും 2-3 വർഷം എടുക്കും. 2-3 വർഷത്തേക്കെങ്കിലും നാട് നന്നായിരിക്കുമല്ലോ. ഇതുവരെയും നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആളുകളാണ് മന്ത്രിയായിട്ടുള്ളത്, വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കാറുള്ളത്. അതവരുടെ കുത്തകയായിട്ട് വെക്കാറാണ് പതിവ്. വൈ നോട്ട് സ്റ്റുഡൻസ്? അവർക്ക് എന്തുകൊണ്ടൊരു അവസരം കൊടുത്തുകൂടാ? അവർ വിദ്യാസമ്പന്നരാണ്, ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തന്നെ പുതിയ ചിന്തകളും ഉണ്ടാകും. അത് നമ്മുടെ നാടിന് പുതിയ ഉണർവുണ്ടാക്കും. ഐ വെൽക്കം ഇറ്റ്. ഖദർ ഷർട്ടിട്ടവരെയും മുണ്ടുടുത്തവരെയും പലതവണ ജയിപ്പിച്ച ജനങ്ങൾ ടീഷർട്ട് ഇട്ടവരെയും ജീൻസ് പാന്റ് ഇട്ടവരെയും എങ്ങനെ ജയിപ്പിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ജയിപ്പിച്ചാൽ അതൊരു പുതിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. നാട്ടിൽ ആരൊക്കെയാ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടതെന്ന് ഒരു വ്യവസ്ഥിതി ഇല്ലാണ്ടായി. ഞാൻ ഈ വിദ്യാർത്ഥികളോട് ചോദിക്കുക, നിങ്ങളിപ്പോ രാഷ്ട്രീയത്തിലോട്ട് വന്നില്ലേ? ഞങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഞങ്ങൾ പഠിക്കാൻ വന്നിട്ടുണ്ടോ? ശരി മോളെ, നിങ്ങൾ തന്നെ ജയിച്ചിട്ട് അധികാരത്തിലെത്തിയെന്ന് വയ്ക്ക്. നിയമസഭയിൽ ഒരു അടി നടന്ന ഒരു സോഡ കുപ്പി എറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സൈക്കിൾ ചെയിന് ചുറ്റി എറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ അടിപിടി ഗുസ്തി ചെയ്യാൻ അറിയോ? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയിട്ട് പോകാൻ നോക്ക് മക്കളെ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെല്ലാം എല്ലാവർക്കും വോട്ട് ചെയ്ത് ആകെ പ്രാന്ത് പിടിച്ചിരിക്കുക. അവരിപ്പോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ സ്റ്റുഡൻസ് നിറവേറ്റുമെന്ന് വിചാരിക്കാം. ഈ കോളേജ് വിദ്യാർത്ഥികൾ നമ്മുടെ നാടിന്റെ ഭാവി ശോഭനമാക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അവരുടെ രാജിക്കത്ത് അത് ആരും അവരോട് ചോദിക്കാതെ തന്നെ അവർ നൽകിയ രീതി, ഇത് നമ്മുടെ നാടിന് പുതിയതാ, നമ്മുടെ കേരളത്തിന് പുതിയതാ. എന്തിന്? രാഷ്ട്രീയത്തിൽ തന്നെ ഇത് ആദ്യത്തേതാ. വിദ്യാർത്ഥി രാഷ്ട്രീയം വിജയിക്കട്ടെ.
രാഷ്ട്രീയം വിജയിക്കും.